യൂറോപ്പിൽ നിന്ന് കെമിസ്ട്രി വന്നു, ചതിയാണ്. എന്തിനാണ് കെമിസ്ട്രി ഉണ്ടാക്കിയത്? എന്താ കെമിസ്ട്രി ലക്ഷ്യം? ഒക്കൽറ്റിന് വേണ്ടി മാത്രമാണ് കെമിസ്ട്രി വന്നത്. അത് മാത്രമാണ് ലക്ഷ്യം. അത് മാത്രം എന്ന് പറഞ്ഞാൽ അത് മാത്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒക്കൽറ്റിനെ ഒളിച്ചു കടത്തിയത് യൂറോപ്പാണ്. ഒക്കൽറ്റിൽ എത്ര പുസ്തകങ്ങളാണ് യൂറോപ്പിലുള്ളത്. അതായത് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കൂടോത്രം ഒളിച്ചു കടത്തിയ ഒരു സമുദായം. അതേസമയത്ത് എന്തോ ഒരു പറയും ചെയ്യും, പരിഷ്കൃത ലോകം എന്ന് പറയും. ഇന്നിപ്പോൾ നിങ്ങളൊരു സിഹിർ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ യൂറോപ്യൻ ചിന്താഗതി കയറിക്കൂടിയ ആളെന്താ പറയുക? നിനക്കിപ്പോൾ നേരം വെളുത്തില്ല. ഇപ്പോൾ ഒടിയൻ ഒരു പൈശാചിക സിദ്ധിയാണ്. ഒടിയനെ കൊണ്ട് ഒരുപാട് തിന്മകൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പൊടിയന്മാരെ കാര്യം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരു കാലത്ത് ഒടിയന്മാർ ചെയ്തിട്ടുണ്ട്. ഒടിയൻ ഒരു വർഗ്ഗമാണ്. അവർക്ക് പൈശാചികമായ ചില നേർച്ചകളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് അവരെ പ്രവർത്തനം നടക്കും. അതേസമയത്ത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾക്കുള്ളത് പൈശാചിക സിദ്ധിയല്ല, ഇലാഹി അനുസൃത. അപ്പോൾ ഈ പൈശാചിക സിദ്ധികളെ ഓരോ കാലഘട്ടത്തിൽ ഒളിച്ചൊളിച്ച് കിടത്തി. ന്യൂട്ടൻ പോലും സത്യത്തിൽ ഒക്കൽറ്റിനെയാണ് ആശ്രയിച്ചത്. കൂടോത്രത്തിന് വേണ്ടി ആയുസ് മുഴുവൻ വീണ് കിടന്ന ഒരാളാണ് ഐസക് ന്യൂട്ടൻ. وشدتم منار الحق علا وأشرفا يا الله يا رحمن يا حي واهبي أقم بي أركانا لدينك ذا اقتفا رجي ورب البيت منك تداركا لقرني وأرجو الدهر منك تعطفا رجائي كبير واسع دون فضله يا رب فضلا منك لطفا تلطفا فلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا بجاه رسول الله حقق رجاءنا فنقفو لهم آثار صدق ونقتفى وجاههم عند الإله وجاه من أتى بعدهم في قفو آثار مقتفى عليه صلاة ربه حق قدره وآل وصحاب ومن قد تحنفا ബിക്കസ്രിക്കും നിങ്ങൾ തകർത്ത് കളഞ്ഞു അൽ അസ്നാമ ആ യൂറോപ്യൻ ബിംബങ്ങളെ. അത് ജബ്രു ഖുലൂബിന എക്കാലത്തെയും നന്മ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ രോഗത്തിന് പരിഹാരമാണ്, പരിഹാരമായിക്കൊണ്ടിരിക്കുന്നു, പരിഹാരമായിട്ടുണ്ട്, ആകും, ആണ്, അങ്ങനെ അർത്ഥം വെക്കാം. 2 ക്ലാസ് ഞാൻ അതിനെ വിശദീകരിച്ചു. ലോകത്തെ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം യൂറോപ്പാണ്. യൂറോപ്പ് കൊണ്ടുവന്നത്ര ഒരു തിന്മ ലോകത്തൊരാളും കൊണ്ടുവന്നില്ല. അതേസമയത്ത് യൂറോപ്പ് നല്ല പിള്ള ചമയുകയും ചെയ്യും. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ യൂറോപ്പിനെ ആക്ഷേപിക്കുന്നത് പോലും പുതിയ കാലത്ത് അവർ ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ട്? അവർ പറയാം എല്ലാ നന്മയും വന്നത് യൂറോപ്പിൽ നിന്നല്ലേ. പക്ഷേ യൂറോപ്പിൻ്റെ എല്ലാ നന്മയിലും തിന്മയാണ്. നന്മയുടെ പൊതിയിൽ തിന്മ ഒളിപ്പിച്ച് കടത്താണ് യൂറോപ്പ് ഏത് കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. എല്ലാം അങ്ങനെയാണ്. എല്ലാം യൂറോപ്പിന് എപ്പോഴും ലക്ഷ്യം എന്താണ്? യൂറോപ്പിൻ്റെ ലക്ഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം, വീണ്ടും വായിക്കണം. ഒരു വട്ടം വായിച്ചാൽ പോരാ, പിന്നെയും വായിക്കണം. നിങ്ങൾ 2-3 വർഷം വേറൊരു പുസ്തകം വായിക്കണ്ട, ആ പുസ്തകം തന്നെ വായിക്കി. ഒരു ആവർത്തി കഴിഞ്ഞാൽ അടുത്ത ആവർത്തി തുടങ്ങുക. എന്നിട്ട് പുണ്യ റസൂലിനെ മനസ്സിലാക്കി, എവിടെയാണ് പുണ്യ റസൂലിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ എന്തായിട്ട് പ്രശ്നമില്ല, നിങ്ങൾ പേച്ചു പോവില്ല. തിരുദൂതർ എന്ന നിയോഗം എന്ന എൻ്റെ പുസ്തകം ഒരാൾ വായിച്ചാൽ അയാൾ നബിയെ ഉൾക്കൊള്ളണം. വായിച്ചു എന്ന് വായിച്ചാൽ പോരാ, വീണ്ടും ഞാൻ പറഞ്ഞു 2 വർഷം വേറൊന്നും വായിക്കരുത്. ദിവസം അതിൻ്റെ ഒരു 10 പേജ് വായിക്കുക, പിന്നെ അടുത്ത 10 പേജ് വായിക്കുക. 300 പേജേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ആരംഭിക്കുക, പിന്നെയും വായിക്കുക. അങ്ങനെ 2 വർഷം അതല്ലാത്ത വേറൊരു പുസ്തകം നിങ്ങൾ വായിക്കരുത്. എന്നിട്ട് നബിയുടെ എവിടെയാണ് റസൂലുള്ളാഹിന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കുക. അതൊറ്റയടിക്ക് മനസ്സിലായി കയറൂല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനസ്സിലാക്കിയതിനൊക്കെ 100% എതിരാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം. അതിന് വായിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ ചതിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് വരുന്ന ചതികളാണ്. മറ്റേത് നമ്മളെ റൂഹിൻ്റെ പക്ഷമാണ് മുഹമ്മദ് മുസ്തഫ
ചതിയാണ് എല്ലായിടത്തും. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ചതിയാണ്, എല്ലാം ചതി. ചതിയല്ലാത്തൊന്നും യൂറോപ്പിലൊന്നുമില്ല. യൂറോപ്പിൽ നിന്ന് ഫിസിക്സ് വന്നു, അത് ചതി. യൂറോപ്പിൽ നിന്ന് കെമിസ്ട്രി വന്നു, ചതിയാണ്. എന്തിനാ കെമിസ്ട്രി ഉണ്ടാക്കിയത്? എന്താ കെമിസ്ട്രി ലക്ഷ്യം? ഒക്കൽറ്റിന് വേണ്ടി മാത്രമാണ് കെമിസ്ട്രി വന്നത്. അത് മാത്രമാണ് ലക്ഷ്യം. അത് മാത്രം എന്ന് പറഞ്ഞാൽ അത് മാത്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒക്കൽറ്റിനെ ഒളിച്ചു കടത്തിയത് യൂറോപ്പാണ്. ഒക്കൽറ്റിൽ എത്ര പുസ്തകങ്ങളാണ് യൂറോപ്പിലുള്ളത്. അതായത് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കൂടോത്രം ഒളിച്ചു കടത്തിയ ഒരു സമുദായം. അതേസമയത്തിന് എന്തോ ഒരു പറയും ചെയ്യും, പരിഷ്കൃത ലോകം എന്ന് പറയും. ഇന്നിപ്പോൾ നിങ്ങളൊരു സിഹിർ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ യൂറോപ്യൻ ചിന്താഗതി കയറിക്കൂടിയ ആളെന്താ പറയുക? നിനക്കിപ്പോൾ നേരം വെളുത്തില്ലേ, ഈ കാലത്തും സീറോ, എന്തേ ഈ പറയണത് എന്ന്. അതേസമയത്ത് ഈ സാധനത്തെ സൂക്ഷിക്കുന്ന വിഭാഗം ഒരൊറ്റ വിഭാഗം ലോകത്തുള്ളൂ. അതാരാ? യൂറോപ്പ് മാത്രം, വേറൊന്നുമില്ല. അവരുടെ പ്രവചനങ്ങൾ ഇപ്പം നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനം എന്താ? സിഹിർ, ഒക്കൽറ്റ്. അല്ലാതെ എന്താ? സിഹിർ, പക്ക സിഹിർ. ഒരാളൊരു പ്രവചനം നടത്തണമെങ്കിൽ രണ്ടൊരു വഴിയേ ഉള്ളൂ. ഒന്നിരിക്കൽ ദൈവിക സഹായം, അല്ലെങ്കിൽ പൈശാചിക സഹായം. അല്ലാതെ ഒരാൾക്ക് പ്രവചനം നടത്താൻ കഴിയില്ല. ദൈവിക സഹായം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ സിദ്ധി ഉണ്ടാകണം. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുസ്ലിങ്ങൾ തൽക്കാലം പുറകോട്ട് നിൽക്കലാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നല്ലത്. ചാടരുത്. ചാടണമെങ്കിൽ ഇലാഹിയായ നുസ്രത്തുള്ള ഒരു നേതാവ് കൂടെ ഉണ്ടാകണം. അപ്പം ഓൾ ഓഫ് ദി വേൾഡ് നമ്മൾ പരിശോധിച്ചാൽ അങ്ങനത്തെ ഒരു നേതാവിനെ മുസ്ലിം സമൂഹത്തിൽ ഇമാം എന്ന നിലക്ക് കാണാനില്ല. അതേസമയത്ത് നല്ല ആളുകളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഉദാഹരണം, രാജാക്കൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് ആരംഭിക്കുന്നത്. രാജാക്കൾ ചരിത്രം, അതായത് താഴേക്കടയിലുള്ള ആളുകൾക്ക് ചരിത്രത്തെ ഒന്നും ചെയ്യാനില്ല. മേലെയുള്ള ആളുകളുടെ ചരിത്രമാണ് സത്യത്തിൽ ചരിത്രം. രാജാവിൻ്റെ ചരിത്രം. പ്രജ എന്നും പ്രജയാണ്. രാജാവിൻ്റെ താല്പര്യങ്ങൾ മാറുന്നതിനനുസരിച്ചാണ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ മാറുക. സൊസൈറ്റിക്ക് എന്ത് താല്പര്യം മാറിയാലും അത് ആ വീട്ടിലൊതുങ്ങും. ഇപ്പം നിങ്ങളുടെ അച്ഛൻ്റെ അപ്പാടെ താല്പര്യം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ താല്പര്യം മാറുള്ളൂ. അയൽ വീട്ടിലേക്ക് പോലും വിട്ടു കിടക്കൂല. നിങ്ങളുടെ ലൈഫിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിങ്ങളുടെ ഫാദർ തീരുമാനിച്ചു സങ്കല്പിക്കൂ എങ്കിൽ അതിൻ്റെ സ്വാധീനം എവിടെ ഉണ്ടാവുള്ളൂ? ഏറെ വന്നാൽ അത് എവിടെ ഉണ്ടാവും? നിങ്ങളെ വീട്ടിൽ. അനുസരണയുള്ള മക്കളും ഉമ്മയുമാണെങ്കിൽ ആ വീട്ടിൽ അത് നടക്കും. അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതയില്ല. ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ബാപ്പാക്ക് കഴിയില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ നേതാവിൻ്റെ ചരിത്രമാണ് സൊസൈറ്റിയുടെ ചരിത്രം. നേതാവ് മാറണം. നേതാവിന് ഇലാഹിയ നുസ്രത്തുണ്ടായാലേ സമൂഹത്തിൽ പ്രതിഫലിക്കുള്ളൂ. ഒരു ബാപ്പാക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതുകൊണ്ട് ആ വീട്ടിൽ മാത്രമേ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഇമാമുൻ ആദിലുൻ, നേതാവിന് അള്ളാഹുവിന് സഹായം ഉണ്ടാവണം. അങ്ങനത്തെ സഹായം നേതാവിനെ ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് പുറകോട്ട് നിൽക്കലാണ് നല്ലത്. കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും. ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ നേതാവിന് അള്ളാഹിന് സഹായം ഉണ്ടെന്നാണ്. അതെല്ലാ സംഘടനകളും വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വിചാരിച്ചോളൂ. ആ വിചാരത്തിലാണല്ലോ നിങ്ങളെ സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഞാനെ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ ഇലാഹിയായ സഹായം വേറെ സംഗതിയാണ്. അപ്പോൾ അവർക്ക് ഒന്നിനും ഭയപ്പെടേണ്ടി വരില്ല. അവർക്ക് പിക്കറ്റിങ് വേണ്ട, അവർക്ക് ബന്ദ് വേണ്ട. കാരണം അവർ വിചാരിക്കുന്നതിനനുസരിച്ച് സമൂഹം മുന്നോട്ട് പോകും. ഇപ്പോൾ CAA NRC എന്ന പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ ഇലാഹിയ നുസ്രത്തുള്ളൊരു നേതാവ് ഉണ്ടെങ്കിൽ അനങ്ങേണ്ട ആവശ്യമില്ല. അദ്ദേഹം വിചാരിച്ച എളുപ്പമാവുള്ളൂ. നിങ്ങളെ പണിയെടുത്തോളൂ, ബാക്കി അള്ളാഹു ചെയ്തുതരും എന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടക്കൂ. അതാണ് ഇലാഹിയ നുസ്രത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മറ്റത് ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ കണ്ടാൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു നിയമം സർക്കാർ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക?
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സർക്കാർ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? സമരം ചെയ്യും. DYFIക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്താൽ DYFI എന്താ ചെയ്യുക? DYFIക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം DYFI സർക്കാർ ചെയ്താൽ DYFI എന്താ ചെയ്യുക? എളുപ്പമുണ്ട് മറുപടി. അതല്ലേ? സമരം ചെയ്യും. എന്താ മടിക്കണത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുക? സമരം ചെയ്യും. നിരീശ്വരവാദികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്താൽ നിരീശ്വരവാദി എന്താ ചെയ്യുക? സമരം ചെയ്യും. മുസ്ലിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക? മൽ ഫർഖു ബൈനക്കും. അപ്പം നിങ്ങളും നിരീശ്വരവാദികളും തമ്മിൽ എന്ത് വ്യത്യാസം? നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? അത് നിങ്ങളെ ശൈലിയൻ എങ്ങനെയാണോ, അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കണതിലാണോ നിങ്ങളെ രീതി? അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യൂറോപ്പ് കൊണ്ടുവന്നല്ലോ സമരങ്ങൾ. ലോകത്ത് ഏത് കാലത്താണ് സമരങ്ങൾ ഉണ്ടായത്? യൂറോപ്പല്ലോ ഈ സമരങ്ങളെ കൊണ്ടുവന്നത്. യൂറോപ്യൻ സിവിലൈസേഷൻ്റെ കോളനൈസേഷന് മുമ്പ് ലോകത്ത് സമരങ്ങളില്ല. സമരങ്ങളുടെ കാലഘട്ടം 20-ാം നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വന്നത്? യൂറോപ്യൻ സിവിലൈസേഷനെ ലോകം മുഴുവൻ സ്വീകരിച്ചു. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് സമരങ്ങൾ. പഴയകാലത്ത് സമരങ്ങളില്ല. ദൈവിക സിദ്ധിയുള്ള നേതാക്കളുണ്ട്. അപ്പോൾ രാജാക്കളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായാൽ എന്താ ഈ പണ്ഡിതന്മാരോ വലിയവരോ പറയാ? മിണ്ടണ്ട, ബാക്കി മിണ്ടാതി, ബാക്കി നടന്നോളൂ. അതായത് ഈ മനുഷ്യൻ ആരോട് ബന്ധപ്പെടും? അള്ളാഹുവോട് ബന്ധപ്പെടും. സർക്കാർ അയാൾക്കൊരു പ്രശ്നമില്ല. അയാളുടെ പ്രശ്നം ആരാണ്? അള്ളാഹുവാണ്. രാജാവ് കുളത്തിലെ കരയിലെ മരത്തിൽ തൂക്കിയ കിണ്ടിയെപ്പറ്റി ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം നടക്കുന്നത് കുളത്തിലല്ല, മരത്തിലാണ്. രാജാവ് എന്ത് പറഞ്ഞു? രാജാവ് ഒരു സ്വർണ്ണക്കിണ്ടി എൻ്റെ കുളത്തിലുണ്ട്, അതെടുത്തു കൊടുക്കുന്നവർക്ക് ഞാൻ കിണ്ടിയും കൊടുക്കും, സ്വർണ്ണക്കിണ്ടിയും കൊടുക്കും, ജീവിക്കാനുള്ള സമ്പത്തും കൊടുക്കും എന്ന് രാജാവ് പ്രഖ്യാപിച്ചു. പലരും വന്നു, അവരെല്ലാവരും കുളത്തിൽ മുങ്ങി. കുളത്തിൽ തെളിഞ്ഞിങ്ങനെ നിൽക്കും കിണ്ടി. അതേസമയത്ത് കുളത്തിലിറങ്ങിയാൽ കിണ്ടി കാണാനില്ല. അങ്ങനെ പലരും വന്നു, കിണ്ടി ആർക്കും കിട്ടിയില്ല. അതായത് വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കിണ്ടി കാണൂല. പലരും പറഞ്ഞു ഇത് പിശാചിൻ്റെ കിണ്ടിയാണ്, ഇത് ജാദുവാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ഒരു വിളവനായ ആൾ വന്നു. ആ വിളവൻ കുളത്തിൻ്റെ ചുറ്റും ഒരു അങ്ങനെ നടന്നിട്ട് കുളത്തിൻ്റെ കരയിലെ മരത്തിൽ കയറി. എന്നിട്ട് കിണ്ടി അയച്ച് രാജാവിനോട്. അവന് സമ്മാനവും കിട്ടി. അവൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. കാരണം പ്രശ്നം കിടക്കുന്നത് എവിടെയല്ല, കുളത്തിലല്ല, മരത്തുമലാണ്. അപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആരാണ്? അള്ളാഹുവാണ്. അപ്പം അള്ളാഹുമായുള്ള നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിയിട്ടാൽ എല്ലാം ക്ലിയറായി. മറ്റേ DYFI സിബിയിലാണ് എന്ത് സമരങ്ങൾ. NRC ആണും പെണ്ണും മുഴുവനും ഇൻകിലാബ് സിന്ദാബാദ് റോഡാകെ നടന്നു. മനസ്സിലാവേണ്ട പറഞ്ഞത്? അതല്ല രീതി. ഇത് ഈ വിഷയത്തിൽ ആര് തീരുമാനിക്കണം? അല്ലാഹു. അത് ഇലാഹിയായ നുസ്രത്ത് ഉള്ള വ്യക്തികളെ കൊണ്ടേ അത് നടക്കുള്ളൂ. രണ്ടാമൊരു നിലക്കാണ് ഒരു മാറ്റം ഉണ്ടാകും. ഒന്നിരിക്കുക, അല്ലെങ്കിൽ പൈശാചിക സിദ്ധി വേണം. അത് പിശാചിന് പടച്ചം കൊടുക്കുന്ന കഴിവാണ്. അത് ചിലപ്പോൾ വ്യക്തികൾ ഉപയോഗിക്കും. ഇപ്പോൾ ഒടിയൻ ഒരു പൈശാചിക സിദ്ധിയാണ്. ഒടിയനെ കൊണ്ട് ഒരുപാട് തിന്മകൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ഒടിയന്മാരൊരു കാലം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരു കാലത്ത് ഒടിയന്മാർ ചെയ്തിട്ടുണ്ട്. ഒടിയൻ ഒരു വർഗ്ഗമാണ്. അവർക്ക് പൈശാചികമായ ചില നേർച്ചകളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് അവരെ പ്രവർത്തനം നടക്കും. അതിന് പൈശാചിക സിദ്ധിയാണ്. അതേസമയത്ത് അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾക്കുള്ളത് പൈശാചിക സിദ്ധിയല്ല, ഇലാഹിയ നുസ്രത്ത. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഞാൻ പറഞ്ഞ നോസ്ട്രാഡാമസ് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ? പൈശാചിക സിദ്ധിയാണത്.
അപ്പോൾ ഈ പൈശാചിക സിദ്ധികളെ ഓരോ കാലഘട്ടത്തിൽ ഒളിച്ചൊളിച്ച് കിടത്തി. ന്യൂട്ടൻ പോലും സത്യത്തിൽ ഒക്കൾട്ടിനെയാണ് ആശ്രയിച്ചത്. കൂടോത്രത്തിന് വേണ്ടി ആയുസ് മുഴുവൻ വീണ് കിടന്ന ഒരാളാണ് ഐസക് ന്യൂട്ടൻ. ന്യൂട്ടനെ പോലെ ഒരു 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 ശാസ്ത്രജ്ഞനെ പിന്നീട് ലോകം കണ്ടിട്ടില്ല. ന്യൂട്ടോണിക് ഏജ് എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും അവസാനിക്കൂല. ഐൻസ്റ്റീൻ വന്നപ്പോൾ പോലും ന്യൂട്ടൻ്റെ സാധ്യതകളില്ല, മങ്ങിയിട്ടില്ല. ഇതും ന്യൂട്ടോണിക് ഏജ് തന്നെയാണ്, ന്യൂട്ടൻ്റെ കാലഘട്ടമാണ്. സർ ഐസക് ന്യൂട്ടൻ ഒക്കൽറ്റാണ് ആശ്രയിച്ച മുഴുവനും ഒക്കൽറ്റാണ്. അപ്പം എന്നാൽ നല്ല പിള്ള ചമയം ചെയ്യും. ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രി വന്നിട്ടുള്ളത് എന്താണ്, എന്തിനാണ് ഈ കെമിക്കൽ കൂട്ടുകൾ കൊണ്ടുവന്നത്? അത് മനസ്സിലായില്ല. രസക്കൂട്ടുകളാണ്. എന്തിൻ്റെ? ബ്ലാക്ക് മാജിക്കിൻ്റെ രസക്കൂട്ടുകൾക്ക് വേണ്ടിയാണ് ശാസ്ത്രലോകം, പടിഞ്ഞാറൻ ശാസ്ത്രജ്ഞന്മാർ ആദ്യമായി എന്തിൻ്റെ പുറകെ പോയത്? കെമിസ്ട്രിയുടെ പിന്നാലെ പോയത്. അതിൽ നിന്നുണ്ടായതാ കെമിസ്ട്രി. എല്ലാം മറ്റാണ് ഒളിച്ചു കിടത്തിയവർ. അവർ സമൂഹത്തിന് നേരെ. അതേസമയത്ത് ഏഷ്യൻ അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഏഷ്യൻ നന്മയല്ലാതെ പ്രസവിച്ചിട്ടില്ല. മതങ്ങൾ ഈ കാണുന്ന ഹിന്ദുമതം എവിടുന്നാണ്? ഏഷ്യ. ക്രിസ്തുമതം എവിടുന്നുണ്ടായത്? ഏഷ്യ. ജൂതമതം എവിടുന്നുണ്ടായത്? ഏഷ്യ. ഇസ്ലാം മതം എവിടുന്നുണ്ടായത്? ഏഷ്യ. മാനവ സംസ്കാരത്തെ ധർമ്മം കൊണ്ട് ഉള്ളും അടിയും മനുഷ്യന് ധർമ്മബോധം ഉണ്ടാക്കിയതാണ് ഇപ്പം ഇതൊക്കെ. എന്താണ് യഹൂദി മതം ലോകത്ത് കൊണ്ടുവന്നത്? നന്മ. പിന്നീട് ജനങ്ങൾ അതിനെ പലപ്പോഴും വഴിതിരിച്ചു വിട്ടിട്ടുണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി ജൂതമതം എന്താണ്? അതൊരു നന്മയാണ്. സമൂഹത്തിൻ്റെ ധാർമ്മികമായ നേട്ടങ്ങൾക്ക് ഉണ്ടായതാണത്. ക്രിസ്തുമതം അങ്ങനെ തന്നെ, ഇസ്ലാം മതം അങ്ങനെ തന്നെ, ഹിന്ദുമതം അങ്ങനെ തന്നെ. ഒക്കെ ധർമ്മങ്ങൾക്ക് വേണ്ടി ഉണ്ടായതാണ്. ധർമ്മമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. അങ്ങനത്തെ ഒരു സിദ്ധി യൂറോപ്പിൽ ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. യൂറോപ്പ് ലോകത്തേക്ക് വന്നത് തന്നെ അനിഷ്ടകരമായ കാര്യത്തിലാണ്. ഒരിക്കലും യൂറോപ്പ് ഏഷ്യയിലേക്ക് വന്നതുപോലെ ഒരിക്കലും ഏഷ്യ യൂറോപ്പിലേക്ക് പോയിട്ടേയില്ല. യൂറോപ്പ് എന്തിനാണ് ഏഷ്യയിലേക്ക് വന്നത്? മോഷ്ടിക്കാൻ. എന്തിനാണ് വാസ്കോ ഡ ഗാമ വന്നത്? മോഷ്ടിക്കാൻ, കവർച്ച നടത്തി, കൊള്ള നടത്തി കൊണ്ടുപോകാൻ. എന്നാൽ ഏതെങ്കിലും ഒരു ഏഷ്യൻ രാജാവ് യൂറോപ്പിലേക്ക് മോഷ്ടിക്കാൻ പോയിട്ടില്ല, ചരിത്രത്തില്ല. എന്നിട്ടും അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അവരെവിടെ പോയി അവിടെയൊക്കെ മോഷണം ഉണ്ടായി, അവിടെയൊക്കെ വ്യഭിചാരം ഉണ്ടായി. അവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കള്ളുകൂടി ഉണ്ടായി. ഇപ്പം കള്ളുകൂടി, ഇന്ത്യക്കാരെ കള്ളുകൂടി ഒളിപ്പിച്ചതാരാ? യൂറോപ്യന്മാർ, ഗ്രീസുകാർ. ഗ്രീക്കിൻ്റെ ആദ്യത്തെ അധിനിവേശം വരുന്നത് നാസിക്കിലാണ്. നാസിക് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താ പറയുക, വീഞ്ഞിൻ്റെ സിറ്റി, ദി സിറ്റി ഓഫ് വൈൻ എന്ന് പറയാവുന്നത് ഏതാണ്? നാസിക്. എന്തുകൊണ്ട്? ചരിത്രാതീത കാലം മുതലേ യൂറോപ്യന്മാർ കുടിയേറി പാർത്ത നാടാണ് നാസിക്. ചിന്തിക്കും. അവർ എവിടേക്ക് വന്നോ അവിടെയൊക്കെ അവർ ഇവിടെ വന്ന് അവിടെ വ്യഭിചാരം സാർവത്രികമാണ്. അവരെവിടേക്ക് വന്നു അവിടെ കള്ളുകുടി സാർവത്രികമാണ്. ഫ്രഞ്ചുകാർ കൈവശം വെച്ച് നടന്ന നാടുകൾ, പോർച്ചുഗീസുകാർ കൈവശം വെച്ച നാടുകൾ. പോർച്ചുഗീസുകാർ കൈവശം വെച്ച നാടാണ് ഏത്? ഗോവ. ഗോവ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഗോവ? പാരഡൈസ് ഓഫ് ഹഷീഷാണ്. ഹഷീഷിൻ്റെ സ്വർഗ്ഗമാണത്, കഞ്ചാവിൻ്റെ സ്വർഗം. മറ്റൊരു നാടാണ് മാഹി. ഫ്രഞ്ചുകാർ കൈവശം വെച്ചു. എന്താ മായിൻ്റെ? കള്ള്, വില കുറഞ്ഞ കള്ള്. എത്രയും വില കുറച്ചിട്ട് കഞ്ഞി കുടിക്കണ പൈസ വരെ കള്ളിന് വേണ്ട. നിങ്ങൾ ചിന്തിക്ക്. ഭാരതീയ ചരിത്രത്തിൽ ആദ്യമായി മദ്യം ഉണ്ടാക്കാൻ വേണ്ടി മുന്തിരി നട്ടുപിടിപ്പിച്ചത് നാസിക്കിലാണ്. ആരാ ചെയ്തത്? ഗ്രീക്കുകാർ. ചരിത്രാതീത കാലം മുതൽ അത് അവരെ ചെയ്തു. എന്തിന് മുന്തിരി നട്ടുപിടിപ്പിക്കണം? എന്തിന് മുന്തിരി നട്ടുപിടിപ്പിക്കുന്നു? വീഞ്ഞുണ്ടാകാൻ, മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ലോകത്തിൻ്റെ ചരിത്രം മുഴുവനും അങ്ങനെയാണ്.
അവർ കറുപ്പ് കൊടുത്ത് നാടിനെ കൈവശപ്പെടുത്തി. കറുപ്പ് അതാണ് ഓപ്പിയം വാർസ്. ഓപ്പിയം വാർസ് എവിടെ നടക്കുന്നത്? ചൈനയിൽ. ഒരു രാജ്യത്തെ ഒരു സമൂഹം കൈവശപ്പെടുത്തുക, എന്നിട്ട് അവരെ മയക്കുമരുന്ന് തിരിച്ചിട്ട്. ആദ്യം മയക്കുമരുന്ന് വെറുതെ കൊടുക്കും, പിന്നെ പൈസ കൊടുക്കും, പിന്നെ യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളാകും. ഓപ്പിയം വാർസ് കേട്ടിട്ടില്ലേ? ഈ ചൈനയിൽ ഓപ്പിയം വാർസ്. ആളുകൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് ആ രാജ്യം കൈവശം. ചൈന കൈവശം വെച്ചു, ബ്രിട്ടൻ കൈവശം വെക്കണം ചൈനയെ. എന്ത് കൊടുത്തിട്ട്? മയക്കുമരുന്ന് കൊടുത്തിട്ട്. ഒരു രാജ്യത്തെ മയക്കുമരുന്ന് കൊടുത്ത് കൈവശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനൊന്നും അവർക്ക് യാതൊരു മടിയും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ഏഷ്യക്കാർ ചെയ്യൂല. കാരണം അതൊക്കെ അവർക്ക് ദൈവകോപമുണ്ട്, അങ്ങനത്തെ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവർ ദൈവത്തെ പറയുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. ഞാനിത് പറഞ്ഞാൽ പിന്നെയും അയിമ തന്നെ കൂടിപ്പോവും. കാരണം ബികസിരിക്കുമുൽ അസ്നാം എന്ന വാക്ക് വളരെ വലിയ വാക്കാണ്. യൂറോപ്യൻ ബിംബങ്ങളെ തകർക്കലായിരുന്നു പുണ്യ റസൂലിന്റെ ലക്ഷ്യം. അപ്പോൾ യൂറോപ്യൻ ഐഡിയോളജികളും ഇല്ലാതെയാക്കി. ധാർമ്മിക നഷ്ടമാണ് എപ്പോഴും അങ്ങനെയാണ്. മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൽ വരെ യൂറോപ്യന്മാർക്ക് എതിരെ പഞ്ചപാണ്ഡവന്മാർ യുദ്ധം ചെയ്ത ചരിത്രം കുരുക്ഷേത്രത്തിലുണ്ട്. ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിയോഗത്തിലാണ് എൻ്റെ ഓർമ്മ, നിയോഗത്തിലുണ്ടത്. പഞ്ചപാണ്ഡവന്മാർ സഹദേവനും നകുലനും ഒക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാർ യുദ്ധം ചെയ്യാണ്. ആർക്കെതിരെ? യൂറോപ്യൻസിനെതിരെ. കാരണം അവർ ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. അത് കുരുക്ഷേത്ര കഥയിലുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഒരു അറുതി വരുത്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.